ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് കടന്നാലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുമി മുഫാസ് മൺസലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയാണ് കേട്ടോ. അങ്ങനെ നിധിക്ക് ഭയങ്കര സന്തോഷമാവാണ്. എന്താണ് കാര്യം? നമ്മുടെ നിധിയുടെ ആധാർ കാർഡ് നമ്മുടെ സാന്ദ്ര എങ്ങനെയൊക്കെ ഒപ്പിച്ച് ആ നമ്പർ സെൻഡ് ചെയ്ത് കൊടുത്തൊക്കെയാണ്. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ ഓടി വന്ന് സുധീഷിൻ്റെ അടുത്ത് പറയണ. സുധീഷിൻ്റെ മുഖം ബ്ലിമ്മലാവാണ്. കാര്യം എന്ന് വെച്ചാൽ പണ്ടാരം ആ ഒരു കാർഡ് ഇവളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവൾ ഇട്ടിട്ട് പോവും എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ നിധി സുധീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഏട്ടത്തി ഇങ്ങനെ ആധാർ കാർഡൊക്കെ അയച്ചു തന്നു. സുധീഷ് ഇനിയിപ്പോൾ നമുക്ക് ആധാർ എടുക്കാൻ പറ്റുമല്ലോ, ഞാൻ പോയി എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറഞ്ഞ് ആണോ എന്നാൽ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷിനെ നോക്കിയിട്ട് പറയും ഇതെന്താ ഇവിടെ ചെയ്യണേ. അപ്പോൾ സുധീഷ് പറയും ഞാൻ ഇവിടെയൊക്കെ നിധി വരുന്നുമ്പേ അടിച്ചു വാരാമെന്ന് കരുതി. ആണോ? അപ്പം നിധിക്ക് മനസ്സിലായി നിധി അടിച്ചു വാരി അവിടെ കളയാൻ വേണ്ടി വെച്ചിരുന്ന വേസ്റ്റ് ബോക്സിൽ നിന്ന് ആ വേസ്റ്റ് വീണ്ടും കൊണ്ടുവന്നിട്ടിട്ട് നിധിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാട്ടായങ്ങളാണെന്ന്. നിധി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, എന്നാൽ ഈ പണി അങ്ങ് നടക്കട്ടെ, നടന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് വലിച്ചൊരു മുഖം വെച്ചുകൊണ്ട് നമ്മുടെ സുധീഷ് തൂത്ത് അടിച്ചു വാരിയിലൊക്കെ വാരി കൊണ്ടുവന്ന് വേസ്റ്റ് ബോക്സിനകത്ത് നിധി വേസ്റ്റ് ബോക്സ് എടുത്തു കൊടുക്കട്ടോ, അതിനകത്തൊക്കെ ഇടേണ്ട. എൻ്റെ നിധി പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യുക, ഇതെന്തായാലും അടിച്ചു വാരി കളയാൻ വേണ്ടി വേസ്റ്റ് ബോക്സ് വെച്ചിരുന്നതാണ്, എന്തായാലും അടിച്ചു വാരിയില്ലേ, കൊണ്ടുവന്ന് ഇതിനകത്താക്കിയിട്ട് കൊണ്ടുവന്ന് കളഞ്ഞേരെന്ന് പറഞ്ഞു. ആണോ ഇത് അടിച്ചു വാരി വെച്ചിരുന്നായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് ചമ്മിയ മുഖത്തോടു കൂടി നമ്മുടെ സുധീഷ് നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യുക, ഞാനെന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രഷായി വേഗം വരാട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ സുധീഷും കൂടെ ഫ്രഷായി വന്ന് നിധി റെഡിയായിട്ട് രണ്ടുപേരും കൂടെ കാറിൽ അക്ഷയയിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്ര നാൾ കാത്തിരുന്നതാണ് ഈ ഒരു ആധാറിന് വേണ്ടിയിട്ട്, ഇങ്ങനത്തെ ഹോസ്റ്റലിൽ പോകണമെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ഇപ്പോൾ ആധാർ ഭയങ്കര നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് കഴിഞ്ഞാൽ ഇത് ശരിയായി ഇത് കിട്ടിയിട്ട് തനിക്ക് ഇനി സമാധാനക്കുറവൊന്നും വേണ്ട, തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയാം. ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് ഹോസ്റ്റലിലോട്ടൊക്കെ പോകാൻ. ഹോസ്റ്റലിൽ പോകാനോ? അപ്പോൾ സുധീഷിക്കും താൻ പിന്നെ എന്തിനാണ് നിതീഷിൻ്റെ അടുത്തും സുഭാഷിൻ്റെ അടുത്തും അവിടെ നിന്നോളാന്ന് വാക്ക് കൊടുത്തത്? അത് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം വരെയല്ലേ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാറും. ആണോ? എന്തെങ്കിലും തനിക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം സുധീഷിനൊരു കല്യാണം നോക്കാൻ. എനിക്കോ? ഓഹോ അങ്ങനെയാണോ? എന്നൊരു കാര്യം എൻ്റെ മാത്രം നടത്തണ്ട, നിതീഷിൻ്റെയും ഹരീഷിൻ്റെയും നിതീഷിൻ്റെയും കൂടെ നടത്തിയിട്ട് താനങ്ങ് പോയാൽ മതി. ആരെങ്കിലും ചോദിച്ചാലും പറയാമല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെയൊക്കെ കല്യാണം നടത്താൻ വന്ന ഒരു ബ്രോക്കറാണെന്ന് ആണെന്ന് ഞങ്ങളങ്ങ് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കും. അപ്പം നിധി ചോദിക്കും അതെ ഇതെന്തിനാ ഇങ്ങനെ ദേഷ്യം പറഞ്ഞേ? അല്ല പിന്നെ ഞാനെന്ത് പറയാനാ, താൻ ആക്ച്വലി ഇവിടെ എന്തിനാണ് വന്നത്? അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നിധി പറയും എനിക്ക് ആ വീട്ടിൽ പ്രത്യേകിച്ച് സുഭാഷ് ഏട്ടനോട് പ്രത്യേക ഒരു കടപ്പാടുണ്ട്, അതുപോലെ തന്നെ തന്നോടും. എൻ്റെ ജീവിതം ഇനി ഞാൻ കാരണം തൻ്റെ ജീവിതം അങ്ങനെ സ്പോയിലാവാൻ പാടില്ല എന്നിങ്ങനെ നിധി പറയുന്നുണ്ട്. ഒരു സ്പോയിൽ എടോ, താൻ വലിയ ഇതൊന്നും അടിക്കണ്ട, തനിക്ക് എന്ത് ചെയ്ത് കാണിച്ചു തന്നിരുന്നാലേ തനിക്ക് വലിയ കാര്യമൊന്നുമില്ല, ഈ ആധാറിലൊന്നുമല്ല കാര്യം, ഈ സ്നേഹം ഉള്ളിൽ നിന്ന് വരണം. അത് ഉള്ളിൽ നിന്ന് തോന്നിയാലല്ലേ വരാൻ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഒരാളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആധാർ തന്നെ വേണ്ടേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ ചുമ്മാ പറയണം കേട്ടോ. അപ്പോൾ നിതീഷിന് മൊത്തത്തിൽ കലിപ്പാണ്. നിധിക്കത് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, നിധി അത് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു മട്ടാണ് കേട്ടോ. കാര്യം ഉള്ളിൽ നിധിക്ക് ഒരു പൊടിക്ക് ഒരു തരിക്ക് ഒരു ഇഷ്ടമൊക്കെ സുധീഷിനോട് തോന്നി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകണം. അപ്പം മൊത്തത്തിൽ സുധീഷിന് കലിപ്പാട്ടോ. നിധി പറയണ എല്ലാം ഓപ്പോസിറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ആധാർ കിട്ടിക്കഴിഞ്ഞാൽ നിധി ഇവിടെ നിന്ന് മൊത്തത്തിൽ പോകുമെന്നുള്ളൊരു മട്ടാണ്. സുധീഷിന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. മരിച്ചിരുന്നാലും ശരി സുധീഷ് അതിന് വേണ്ടിയിട്ട് അത് മുടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ സുധീഷ് ചെയ്യുക. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ സുധീഷ് അക്ഷയ എത്തിയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞു എടോ അക്ഷയ എത്തി പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി കൊണ്ടുവന്ന് ആ നമ്പറൊക്കെ അക്ഷയെ കൊടുക്കാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ സാന്ദ്രയുടെ അടുത്തോട്ട് അരുൺ വരണം. അപ്പോൾ സാന്ദ്ര ചോദിച്ചു ഇതെന്താ അരുണായിട്ട് ഈ സമയത്ത് വന്നത്, ഇന്ന് ഓഫീസിൽ പോയില്ലേന്ന് ചോദിച്ചു. ഞാൻ പോയതാ, പക്ഷേ എനിക്ക് നിന്നോട് വന്ന് രണ്ട് വർത്തമാനം പറയണമെന്ന് ഇപ്പോൾ തോന്നി. അതെ നീ നിൻ്റെ ഫോണിങ് എടുത്തതെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ചോദിച്ചു ഇത് ആരുടെ നമ്പറാണെന്ന് ചോദിക്കും. അപ്പം സാന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ അരുൺ പറയും അതെ നീ നിധിക്ക് ആധാർ നമ്പർ അയച്ചു കൊടുക്കണതും കാർഡ് എടുക്കണതും ഒക്കെ ഞാൻ
കണ്ടിട്ടാണ് ഇവിടെ നിന്ന് പോണേന്ന് പറഞ്ഞു. പക്ഷെ നീ നിൻ്റെ നാത്തൂനെ സഹായിച്ചു എന്നൊന്നും നീ കരുതണ്ട, ആ ആധാർ നമ്പർ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നിധി ഞെട്ടുകയാണ് കേട്ടോ. അതിലെ 2-3 നമ്പറൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് ഇവിടെ വെച്ചിരുന്നത്, അതാ നീ എടുത്ത് അയച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരുൺ പറയും, അതെ നിന്നോട് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കോ അമ്മയ്ക്കോ അച്ഛനോ അവളോടില്ലാത്ത ഇഷ്ടം നീ വരുത്തണ്ടെന്ന്. ഇനി മേലിൽ ഇത് നിൻ്റെ അവസാനത്തെ ഒരു താക്കീതാണ്. ഇനി നീ എന്നെ ധിക്കരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നിധിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നീ ഉണ്ടാവില്ല. മോളെ ഏൽപ്പിച്ചിട്ട് നിൻ്റെ വീട്ടിൽ എന്നേക്കുമായി പോകേണ്ടി വരുമെന്ന് അരുൺ പറയാണ്. അത് കേട്ടപ്പോൾ സാന്ദ്ര ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഓരോന്ന് ചെയ്തു കൊടുക്കുക, എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. അവൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നീയും അവളും തമ്മിൽ ഭയങ്കര കുരുകുരാന്ന് സംസാരവും പിന്നെ അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വിടൽ, അങ്ങനെ പല കേസുകൾ നീ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബലമായ സംശയമുണ്ട് ഒരു കണക്കിന് നീയാണോ അവളെ ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാൻ സപ്പോർട്ട് ചെയ്തതെന്ന്. അപ്പോൾ സാന്ദ്ര പറഞ്ഞു, അരുണേട്ട് എന്തൊക്കെയായി പറയണേ, അവൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ ജോലി കിട്ടിക്കോട്ടെ, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് മാത്രം അതിന് ആധാർ ഒരു തടസ്സമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു നമ്പർ ഇട്ട് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റും ഞാൻ അങ്ങനെ ആ ഒരു മൈൻഡോട് കൂടെ, അല്ലാണ്ട് അരുണേട്ടൻ പറയുന്ന പോലെയൊന്നുമല്ല. ശരി, എന്താണെങ്കിലും ശരി, ഇത് നിൻ്റെ അവസാനത്തെ താക്കീതാണ്. ഞാൻ എപ്പോഴും പറയണില്ല, എനിക്ക് എന്നെ ധിക്കരിക്കുന്ന, അതിപ്പം പെങ്ങളാണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാവില്ല, അത് നീ ഓർത്തോണം. കാര്യം അരുൺ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് സാന്ദ്രയുടെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. അത് കേട്ട് സാന്ദ്ര പേടിച്ചു പോവേണേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അക്ഷയെ കാണിക്കണേ. അപ്പം ആ നമ്പർ നിധി അക്ഷയിൽ ആളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഓക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ ആ നമ്പർ അടിച്ച് കഴിഞ്ഞിട്ട് അയാൾ പറയും, ഒരു OTP ഇപ്പോൾ വരും കേട്ടോ മൊബൈലിൽ എന്ന് പറയും. അപ്പം നിധി OTPയോ, അതെ നമ്മൾ ഈ ആധാർ എടുത്ത സമയത്ത് ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കും, ആ നമ്പറിലോട്ട് ഒരു OTP വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം ആ നമ്പർ ഇല്ല നമ്പർ ഇല്ല എന്ന് പറയും. അയ്യോ നമ്പർ എന്തായാലും വേണം, കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആധാർ ഇല്ലല്ലോ, അപ്പോൾ ആ നമ്പർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അപ്പോൾ അതുമായിട്ട് വരാൻ പറയും. അപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാണ്, പക്ഷെ അടക്കി പിടിച്ചിരിക്കും കേട്ടോ. എൻ്റെ നിധി വന്ന് കാറിൽ തിരിച്ച് വരയണം കേട്ടോ, എന്തായാലും നമ്പർ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പം നിധി എന്ത് ചെയ്യും, ഓൾറെഡി എൻ്റെ നമ്പർ സിമ്മ് ഞാൻ ഒടിച്ചു കളഞ്ഞല്ലോ, ആ നമ്പർ ഇപ്പോൾ വേറെ ആരെങ്കിലും എടുത്തു കാണുമല്ലോ, അപ്പോൾ നമുക്ക് ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കിയല്ലോ സുധീഷ്. അപ്പോൾ സുധീഷ് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ നിധി പറയും, വേണ്ട ഞാൻ വിളിച്ചു നോക്കട്ടെ, എനിക്ക് ഞാൻ വിളിച്ചാലും മതിയല്ലോ. അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് ഏതോ ഒരുത്തൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ അവൻ ഫോൺ എടുക്കുക. അപ്പോൾ നിധി പറയും, ഹലോ ഞാൻ നിധിയാണ്, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എൻ്റെ നമ്പറാണ് ഇത്, പണ്ടായിരുന്നതാണ്, അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങളാണ് യൂസ് ചെയ്യണേ, എനിക്ക് അതിലൊരു OTP വരും, ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അവൻ ചോദിക്കും, പണ്ട് ആസാംകാരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ശല്യം, ഇപ്പം കേരളത്തിലെ മലയാളികളും തുടങ്ങിയോ ഇത് എന്ന് പറഞ്ഞിട്ട് അയാൾ 2 തെറി അങ്ങോട്ട് നിധി പറയണം. അപ്പോൾ നിധി പറയും, മിസ്റ്റർ ഞാൻ പറയണമെന്ന് നിങ്ങൾ കേൾക്കും. അപ്പം സുധീഷ് ആ ഫോണിൽ കിട്ടാ. അപ്പോൾ നിധി പറയും, നിധി കൊടുക്കത്തില്ല കേട്ടോ ഫോണ്. നിധി അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ വല്ല കാര്യമുണ്ടോ, അയാൾ പൂരത്തെറി എന്ന് വെച്ചാൽ പൂരത്തെറി. ലാസ്റ്റ് തെറി കേട്ട് സഹിക്കാൻ പറ്റാത്ത വരുമ്പോൾ നിധി ഫോണെടുത്ത് സുധീഷിന് കൊടുക്കും. സുധീഷിന് ഹലോ പറയാൻ പോലും ഗ്യാപ്പ് കൊടുക്കണല്ലോ. തെറി എന്ന് വെച്ചാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നല്ല പുളിക്കുന്ന തെറി അവൻ വിളിച്ചു പറയാം കേട്ടോ. അവൻ ഫോണങ്ങ് കട്ട് ചെയ്തു സുധീഷ്. എന്നിട്ട് സുധീഷ്, എൻ്റെ പൊന്നേ ഇതെന്ത് തെറിയാണ്, ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം നിധി സങ്കടപ്പെടുകയാണ്. ആ സമയം സാന്ദ്ര വിളിക്കുകയാണ്, സാന്ദ്രയുടെ മെസ്സേജ് എന്തോ വരികയാണ് കേട്ടോ. അപ്പം നിധിയുടെ ഏട്ടത്തി മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, എടുത്ത് കേൾക്കുന്ന സുധീഷ് പറയും. അപ്പോൾ സാന്ദ്രയുടെ വോയിസ് ഇങ്ങനെയായിരുന്നു, നിധി ആ ആധാറുമായിട്ട് നീ പോയിട്ട് കാര്യമില്ല, ഞാൻ ആധാർ എടുത്ത് നമ്പർ ഇടുന്നൊക്കെ അരുണേട്ടൻ കണ്ടിട്ട് അരുണേട്ടൻ ആ നമ്പർ എന്തോ 2-3 നമ്പറൊക്കെ മാറ്റി തിരുത്തിയിട്ടുണ്ട്, അതപ്പോൾ നിൻ്റെ അല്ലായിരിക്കും എന്ന് പറയണോ. അത് മാത്രമല്ല നിനക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തതിന് അരുണേട്ടൻ ഒരുപാട് ചീത്ത പറഞ്ഞു എന്നെ, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് സോറി ഇടാന്ന് പറഞ്ഞ് സാന്ദ്ര വോയിസ് കട്ട് ചെയ്യണം കേട്ടോ. ഇത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. നിധി കരഞ്ഞില്ലെന്നല്ലോ, പൊട്ടിക്കരയണ ഒരു ഫീലിങ്സ് ആയി കേട്ടോ. ആ സമയം സുഭാഷിന് ചിരി വന്നിട്ട് പാടില്ല. നിധി ഈ കാര്യം പറയുമ്പോൾ സുധീഷ് അങ്ങോട്ട് ചിരിക്കാൻ കേട്ടോ, നിധിയുടെ ഈ അരുൺ ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ. അപ്പോൾ സുധീഷ് പറയും, ഇവിടെ തൻ്റെ ചേട്ടൻ ചെയ്ത് അത് കേട്ടത് ചിരിച്ചു പോയതാ. അതെ മനുഷ്യൻ ഇവിടെ പൊട്ടിക്കരഞ്ഞ് മനുഷ്യൻ്റെ ചങ്ക് പൊട്ടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കളിയാക്കാമെന്ന്
എന്ന് പറയാം. അപ്പോൾ സുധീഷ് പെട്ടെന്ന് ചിരി അങ്ങ് നിർത്തും കേട്ടോ. നിർത്തിയിട്ട് സാന്ദ്രയുടെ അടുത്ത് പറയാം, ഇപ്പോൾ തനിക്ക് എന്താണ് ആധാർ നഷ്ടപ്പോയി, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയി ചോദിക്കുക, ഈ ആധാറും മൊബൈലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആധാർ വീണ്ടും പുതിയത് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പോരെ, താൻ ഇറങ്ങി വാ. അങ്ങനെ കാറിൽ നിന്ന് വീണ്ടും അക്ഷയയിൽ ചെന്നിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എടുക്കാനൊക്കെ പറ്റും, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ അതായത് അഡ്രസ്സ് തെളിയിക്കുന്ന എന്തെങ്കിലും റേഷൻ കാർഡോ SSLC ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറയാം. പക്ഷേ അതൊന്നും സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലല്ലോ, നിധിയുടെ എല്ലാം നശിച്ചു പോയില്ലേ, നിധിയുടെ എല്ലാ പ്രതീക്ഷയും അവിടെ അണഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ അത് പറ്റില്ല എന്ന് പറയാം, അതുണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ അക്ഷയയിലെ ആൾ ചോദിക്കും, അപ്പം അഡ്രസ്സും ഇല്ല ഒന്നും ഇല്ലാണ്ട് താനൊരു ഇന്ത്യൻ ആണെന്ന് കൂടി അറിയണ്ടേ, ഇന്ത്യൻ പൗരനാണെന്നുള്ളത് പോലും ഇല്ലാണ്ട് എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അതില്ലാണ്ട് ഒന്നും പറ്റില്ല എന്ന് പറയും. അങ്ങനെ അവസാനം ശരി പറഞ്ഞിട്ട് സുധീഷും നിധിയും കൂടെ കാറിലോട്ട് വരുമ്പം നിധി സുധീഷിനോട് പറയാണ്, ഇന്ന് കൊണ്ട് ഇതെല്ലാം നിർത്തിക്കോ, ഞാൻ എൻ്റെ ജീവിത അവസാനം മരണം വരെ ഞാൻ ഒരു ഇന്ത്യൻ പൗരനല്ല എന്നുള്ള രീതിയിൽ ഞാൻ ജീവിച്ചോളാം. അതൊരു ചങ്ക് പൊട്ടി പറയും പോലുള്ള ഒരു ഫീലിങ്സ് ആയിട്ടോ. പക്ഷെ അത് സുധീഷിന് ഭയങ്കര വിഷമമാവേണേ. ആ ഒരു സീനോട് കൂടി നമ്മുടെ കാറ്റത്തെ കിളിക്കൂടി ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ബ്രോക്കർ വന്നിരിക്കുകയാണ്. ആര്, നമ്മുടെ സുഭാഷിനൊരു പെണ്ണു ആലോചിക്കുക, അന്ന് പറഞ്ഞില്ലേ എപ്പോഴും വരുന്ന അയാൾ വന്നു. അപ്പോൾ നമ്മുടെ ഭാസ്കരനും നിതീഷും ഒക്കെ ഇരുന്ന് ആരാണ് എന്താണെന്നൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിധിക്കും സുധീഷിനും വലിയ സന്തോഷമാവേണേ. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന സീനാണ്. പിന്നെ ഇന്നത്തെ സീനിൽ നമ്മുടെ സുനന്ദേനെയും സുഭാഷിനെയും ഒന്ന് കാണിക്കുന്നുണ്ട്. അതായത് സുനന്ദ മേളിൽ ഇങ്ങനെ അവരുടെ വീടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ സുഭാഷ് അതുവഴി നടന്നു വരികയാണ്, ജോലിക്കെന്തോ പോകാൻ വേണ്ടി രാവിലെ വരുന്ന. അപ്പോൾ സുഭാഷിനെ കാണതും സുനന്ദ ഓടി താഴെ വന്ന് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷ് അവിടെ എത്തുമ്പോൾ സുനന്ദ അങ്ങോട്ട് കാണും, സുനന്ദ അവിടെ ഉണ്ടാവുമോ എന്നിങ്ങനെ നോക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അവസാനം ഗേറ്റ് എത്തുമ്പോൾ സുഭാഷ് അറിയാണ്ട് നോക്കി പോകുന്നതും സുനന്ദ ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നിറ കണ്ണുകളോട് സുഭാഷിനെ ഇങ്ങനെ നോക്കി വിമ്മി പൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സുഭാഷ് ഒരു സെക്കൻഡ് നോക്കിയിട്ട് ചങ്ക് പൊട്ടുന്ന വേദനയോടുകൂടെ സുഭാഷ് പോകുന്ന ഒരു സീനും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.